നമസ്കാരം. ഒരു മിസൈൽ അത് വിക്ഷേപിക്കാൻ മിനിറ്റുകൾ പോലും വേണ്ട. ഖര ഇന്ധനത്തിൽ പ്രവർത്തിക്കുന്ന പുതിയ തലമുറ ദീർഘദൂര ബാലിസ്റ്റിക് മിസൈലായ സെജ്ജിൽ 3 വികസിപ്പിക്കുവാനുള്ള ഇറാന്റെ ശ്രമം വെറുമൊരു ആയുധ വികസന വാർത്ത മാത്രമല്ല, പശ്ചിമേഷ്യയിലെ സൈനിക സന്തുലിതാവസ്ഥയെ തന്നെ മാറ്റിമറിക്കാൻ ശേഷിയുള്ള ഒരു തന്ത്രപരമായ നീക്കം കൂടിയാണ്. അതായത്, ദ്രാവക ഇന്ധന മിസൈലുകളെ അപേക്ഷിച്ച് ഖര ഇന്ധന മിസൈലുകൾക്ക് വിക്ഷേപണത്തിന് മുമ്പ് ഇന്ധനം നിറയ്ക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ ആക്രമണം നടത്താൻ സാധിക്കും. ഇറാൻ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സെജ്ജിൽ 3 ദീർഘദൂര ബാലിസ്റ്റിക് മിസൈൽ നിലവിലുള്ള സെജ്ജിൽ ശ്രേണിയിൽ ഏറ്റവും ശക്തമായ പതിപ്പായിരിക്കും. 3 ഘട്ടങ്ങളിലുള്ള പ്രൊപ്പൽഷൻ സംവിധാനത്തോടെയായിരിക്കും ഈ മിസൈലിന്റെ രൂപകൽപ്പന. ഏകദേശം 4000 കിലോമീറ്റർ വരെ ലക്ഷ്യങ്ങളെ ആക്രമിക്കാൻ കഴിയുന്ന ദൂരപരിധിയും 38,000 കിലോഗ്രാം വരെ വിക്ഷേപണ ഭാരവുമാണ് ഇതിനുണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഈ ദൂരപരിധി ഇറാൻ മധ്യപൂർവേഷ്യയ്ക്ക് പുറത്തുള്ള നിരവധി മേഖലകളിലേക്കും തന്ത്രപ്രധാന ലക്ഷ്യങ്ങളിലേക്കും ആക്രമണശേഷി നൽകുമെന്നാണ് പ്രതിരോധ വിദഗ്ധരുടെ വിലയിരുത്തൽ. സെജ്ജിൽ മിസൈൽ പദ്ധതിയുടെ വേരുകൾ 1990കളുടെ അവസാന ഘട്ടത്തിലേക്കാണ് എത്തിച്ചേരുന്നത്. ഇറാന്റെ പ്രതിരോധ ഗവേഷണ സ്ഥാപനങ്ങൾ അന്ന് വികസിപ്പിച്ചിരുന്ന സെൽസൽ ഹ്രസ്വദൂര ബാലിസ്റ്റിക് മിസൈൽ പദ്ധതിയിൽ നിന്നും ലഭിച്ച സാങ്കേതിക വിദ്യയും അനുഭവ പരിചയവും അടിസ്ഥാനമാക്കിയാണ് പിന്നീട് സെജ്ജിൽ പദ്ധതി രൂപം കൊണ്ടതെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. പ്രത്യേകിച്ച് ഖര ഇന്ധന സാങ്കേതിക വിദ്യയിൽ കൈവരിച്ച പുരോഗതിയാണ് സെജ്ജിൽ പദ്ധതിയുടെ ഏറ്റവും വലിയ കരുത്തായി മാറിയത്. ദ്രാവക ഇന്ധന മിസൈലുകളെ അപേക്ഷിച്ച് ഖര ഇന്ധന മിസൈലുകൾക്ക് വളരെ വേഗത്തിൽ വിക്ഷേപണത്തിന് തയ്യാറാകാൻ കഴിയുന്നതിനാൽ യുദ്ധ സാഹചര്യങ്ങൾ അവയ്ക്ക് കൂടുതൽ തന്ത്രപരമായ മുൻതൂക്കം ലഭിക്കുന്നു. സെജ്ജിൽ പദ്ധതിയുടെ വികസനത്തിൽ ചൈനയുടെ സാങ്കേതിക സഹായം ലഭിച്ചിട്ടുണ്ടാകാമെന്ന വിലയിരുത്തലും വിവിധ അന്താരാഷ്ട്ര റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. എന്നാൽ ഈ വിഷയത്തിൽ ഇറാനോ ചൈനയോ ഔദ്യോഗിക സ്ഥിരീകരണം നൽകിയിട്ടില്ല. നിലവിലുള്ള സെജ്ജിൽ മിസൈലിന്റെ കഴിവുകളെ കൂടുതൽ മെച്ചപ്പെടുത്തി ദൂരപരിധിയും കൃത്യതയും പ്രവർത്തനക്ഷമതയും വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സെജ്ജിൽ 3 വികസിപ്പിക്കുന്നതെന്നാണ് വിലയിരുത്തൽ. പദ്ധതി വിജയകരമായി പൂർത്തിയായാൽ ഇറാന്റെ ദീർഘദൂര മിസൈൽ ശേഖരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധങ്ങളിലൊന്നായി സെജ്ജിൽ 3 മാറുമെന്നും മധ്യപൂർവേഷ്യയിലെ സൈനിക ശക്തി സമവാക്യത്തിൽ നിർണായക സ്വാധീനം ചെലുത്താൻ ഇതിന് സാധിക്കുമെന്നും പ്രതിരോധ വിദഗ്ധർ വ്യക്തമാക്കുന്നു. ഷഹബ് 3 മിസൈലിന് സമാനമായ വലിപ്പവും ദൂരപരിധിയും ഉണ്ടായിരുന്നതിനാൽ ഖര ഇന്ധനത്തിന്റെ ഉപയോഗമാണ് സെജ്ജിലിനെ വ്യത്യസ്തമാക്കുന്നത്. വിക്ഷേപണത്തിന് തൊട്ടുമുൻപ് ഇന്ധനം നിറയ്ക്കേണ്ട ആവശ്യമില്ല എന്നതിനാൽ മിസൈൽ എളുപ്പത്തിൽ കൊണ്ടുപോകാനും വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ പ്രയോഗിക്കാനും സാധിക്കുന്നു. അതേസമയം ഖര ഇന്ധന മിസൈലുകളുടെ മാർഗനിർദ്ദേശവും നിയന്ത്രണ സംവിധാനവും താരതമ്യേന കൂടുതൽ സങ്കീർണമാണ് എന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. നിലവിൽ സെജ്ജിൽ മിസൈലിന് ഏകദേശം 17.6 മീറ്റർ നീളവും 1.25 മീറ്റർ വ്യാസവും 23,600 കിലോഗ്രാം വിക്ഷേപണ ഭാരവുമുണ്ട്. 500 മുതൽ 1,500 കിലോഗ്രാം വരെ ഭാരമുള്ള പേലോഡ് വഹിക്കാൻ ഇതിന് സാധിക്കും. പ്രത്യേക ട്രാൻസ്പോർട്ട് ഇറക്റ്റഡ് ലോഞ്ചർ വാഹനത്തിൽ നിന്നാണ് മിസൈൽ വിക്ഷേപിക്കുന്നത്. ഈ ലോഞ്ചർ വാഹനത്തിന്റെ നിർമ്മാണത്തിൽ ചൈനീസ് സാങ്കേതിക വിദ്യയുടെ പിന്തുണ ഉണ്ടായിരുന്നു എന്ന സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുമുണ്ട്. മിസൈലിന്റെ റീ എൻട്രി വാഹനത്തിൽ സെറ്റലർ റഫറൻസ് സംവിധാനങ്ങൾക്കായുള്ള ഒപ്റ്റിക്കൽ പോർട്ടുകൾ ഉണ്ടായിരിക്കുമെന്നും മാർഗനിർദ്ദേശത്തിനായി ഇന്ത്യൻ നാവിഗേഷൻ അല്ലെങ്കിൽ ഗ്ലോബൽ പൊസിഷനിംഗ് സംവിധാനങ്ങൾ ഉപയോഗിക്കാനാണ് സാധ്യതയെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ.